പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങൾ മുന്നണികളുടെ പ്രതീക്ഷകൾ, സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കണം. മത്സരം. അതെ, നമുക്ക് ഒരു കാര്യം കൂടി, അതായത് എല്ലാവരും എല്ലാ തവണയും ന്യൂസ് ചാനലുകളൊക്കെ ഓരോ റൗണ്ട് തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു റൗണ്ടിലെ ബൂത്തുകൾ ഏതാണ് എന്നത് കൂടി സ്പെസിഫൈ ചെയ്താണ് വോട്ടെണ്ണം പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ തവണ ആര് ലീഡ് ചെയ്തു, ഇത്തവണ ആര് ലീഡ് ചെയ്യുന്നു എന്ന കണക്കുകൾ അനുസരിച്ച് പ്രേക്ഷകർക്ക് ലഭിക്കും. അതായത് ഈ എണ്ണിത്തുടങ്ങുന്ന മുറയ്ക്ക് ഓരോ ബൂത്തിന്റെയും കഴിഞ്ഞ തവണത്തെ ലീഡ് ചെയ്തവർ ഇക്കുറി ആ ലീഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, എന്ത് മാറ്റമാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പ്രേക്ഷകർക്ക് അറിയുന്ന തരത്തിലാണ് നമ്മൾ നമ്മുടെ ടാലി ക്രമീകരിച്ചിട്ടുണ്ടാവുക. വരുന്ന മണിക്കൂറുകളിൽ ഈ ടാലി വീണ്ടും മാറും. 6 മണിക്ക് നമ്മുടെ സൂപ്പർ മാജിക് സ്ക്രീൻ ഒരിക്കൽ കൂടി അവതരിപ്പിക്കും. അതെ, മാജിക് സ്ക്രീൻ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് മാജിക് റിവീൽ ചെയ്യാൻ പോകുന്നത് 6 മണിക്കാണ്. ഇപ്പോൾ സമയത്തായി 5 മണി കഴിഞ്ഞ 37 മിനിറ്റ്. എഴുന്നേറ്റ് കാണുമോ നമ്മുടെ ആശാൻ? അതെ, നമുക്ക് ഉണ്ണിസാറിനെയും സ്മൃതി മാഡത്തെയും വിളിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കൗതുകത്തോടെ കാത്തിരിക്കുന്നതും പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. അതേസമയം തന്നെ ചേലക്കരയിൽ ഒരു ചിട്ടയായ പ്രവർത്തനം നടത്തിയ കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടോ എന്ന ചോദ്യം, ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കും. സുജയ, നോക്കൂ, പാലക്കാട് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബസ്സിലൂടെ സഞ്ചരിച്ചു. മുനിസിപ്പാലിറ്റിയിലൂടെ നമ്മൾ അല്ലാതെ മോർണിംഗ് ഷോ, ഈവനിംഗ് ഷോ ഒക്കെ ആയിട്ട് അല്ലാതെ സഞ്ചരിച്ചു. കൽപ്പാത്തിയിലെ തേര് വന്നു. തേരുത്സവത്തിന് വന്ന ആളുകൾ പോലും ഇത്തവണ വോട്ട് ചെയ്തേ മടങ്ങുന്നുള്ളൂ എന്നാണ് തീരുമാനിച്ചത്. അത് കുടുംബാംഗങ്ങളൊക്കെ സ്റ്റേ ബാക്ക് ആയിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പിരായിരിയിൽ സംഭവിച്ചതുപോലെയോ കണ്ണാടിയിൽ സംഭവിച്ചതുപോലെയുള്ള വലിയ പോളിംഗ് പെർസെന്റേജ് ഇടിവ് ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ ഇടിവ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോൾ മൊത്തത്തിലുള്ള പോളിംഗ് പെർസെന്റേജ് എടുത്തു നോക്കിയാൽ ആർക്കാണ് അനുകൂലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുന്നണികൾ, സ്ഥാനാർത്ഥികളൊക്കെ ക്ഷേത്ര ദർശനവും ഒക്കെ ആയിട്ട് ഇപ്പൊ തിരക്കിലായിരിക്കും. ആണോ? നമുക്കൊന്ന് പോയിട്ട് വരാം. അതെ, അടുത്തേക്ക് നമുക്കൊന്ന് പോയി വരാമെന്ന് തോന്നുന്നു. റോഷി പാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷി പാൽ, വെരി ഗുഡ് മോർണിംഗ്. റോഷി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ എത്തിത്തുടങ്ങിയോ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സുജയ, സാറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിൻ്റെ പ്രിയപ്പെട്ട ഗവൺമെൻറ് വിക്ടോറിയ കോളേജിന് മുന്നിലാണ്. ഇവിടെ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ അല്പസമയത്തിനകം ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി തുടങ്ങി. അല്പസമയത്തിനകം ഇവിടെ സജീവമായി തുടങ്ങും. കൗണ്ടിംഗ് കൃത്യമായി 8 മണിക്ക് തുടങ്ങും. പിന്നീട് ആവേശം തുടങ്ങുക 8:30 ശേഷമായിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പാലക്കാട് നഗരസഭ എണ്ണിത്തുടങ്ങുമ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാകും. BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും പാലക്കാട് നഗരസഭ. പിന്നീട് അങ്ങോട്ടാണ് കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയെന്ന് UDFും LDFും ഒക്കെ കണക്കുകൂട്ടുന്നത്. ഏതായാലും ആവേശമാണ്, വലിയ ആവേശമാണ് ഇവിടെ ഉണ്ടാവുക. ആരാണ് ആവേശത്തിൻ്റെ തുടർച്ചയായി കൊടി ഉയർത്തുക എന്ന് നമ്മൾ കാത്തിരുന്നു തന്നെ കാണണം. ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു വ്യക്തത വരും. ഏതായാലും നമ്മളൊക്കെ തയ്യാറാണ്. ഞാനും അഷ്കറുമാണ് വിക്ടോറിയ കോളേജിൻ്റെ മുൻവശത്ത്. ഈ ആവേശം അകത്ത് കൗണ്ടിംഗ് നടക്കുമ്പോൾ പുറത്തുള്ള ആവേശം പ്രേക്ഷകരിലെത്തിക്കാൻ ഉണ്ടാവുക. റോഷിപാൽ, അതായത് ഇനിയിപ്പോ കാത്തിരിക്കുന്നത് ഈ വോട്ട് എണ്ണി തുടങ്ങാനാണ്. 3 സ്ഥാനാർത്ഥികളും പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ക്ഷേത്ര ദർശനവും ഒക്കെ ആയിട്ട് വിപുലമായ പരിപാടികളായിരുന്നു. നമ്മുടെ ടീമൊക്കെ എഴുന്നേറ്റോ? ദീപക് മലയമേ സംഘവും ഒക്കെ ദീപക്കൊക്കെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ദീപക്ക് ഇന്നലെ മുതൽ തന്നെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് നെഞ്ചിരിപ്പോടെ സ്ഥാനാർത്ഥിക്കൊപ്പം ദീപക്കിനെ കണി കണ്ടായിരിക്കും ഒരു പക്ഷേ സ്ഥാനാർത്ഥി ഉണർന്ന് പുറത്തേക്ക് ഇറങ്ങുക. വളരെ നേരത്തെ തന്നെ വീടിന് മുന്നിൽ കാത്തിരിപ്പുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ അഷ്കർ, എൻ്റെ വലത് സൈഡിൽ അഷ്കർ നിൽക്കുന്നുണ്ട്. അകത്ത് ഇക്ബാൽ അറക്കൽ ഉണ്ട്. ഒപ്പം അല്ലമീന് UDF സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട്. സാനിയോ മനോമി LDF സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട്. അങ്ങനെ എല്ലാവരും സജ്ജരാണ് പാലക്കാട്. കാരണം പാലക്കാട് നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ ടീം പാലക്കാട് എത്തിയിരുന്നു. സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചത് നമ്മളായിരുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഈ 3 ഇടങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടവും പാലക്കോട്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നതാണ്. അപ്പം അതുകൊണ്ട് ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും സജ്ജരാണ്, പുലർച്ചെ തന്നെ സജ്ജരാണ്. മലയമ്മയാണ് ഏറ്റവും നേരത്തെ സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയത്. രാവിലെ ക്ഷേത്ര ദർശനമാണ് സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണം ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിക്ടോറിയ കോളേജിന്റെ കൃഷ്ണൻ നായർ ഗേറ്റ് കടന്ന്, ആ ഗേറ്റിന് പറയുന്നത് കൃഷ്ണൻ നായർ ഗേറ്റ് എന്നാണ്. ഐശ്വര്യമുള്ള ഗേറ്റാണ്. കൃഷ്ണൻ നായറിനെ പോലെ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി മാത്രവുമല്ല, ആ കോളേജിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആദ്യം കൊണ്ടുവന്നത് ഒരുപാട് വളരെ പ്രശസ്തരായ മനുഷ്യർ ഇറങ്ങിപ്പോയ കോളേജ് വിക്ടോറിയ കോളേജ്. പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനവിടെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച 16 വർഷക്കാലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ നോക്കൂ, OV വിജയൻ, അവിടെ നിന്ന് EMS, MT വാസുദേവൻ നായർ, അങ്ങനെ ഒരുപാട് പേർ പഠിച്ചിറങ്ങിപ്പോയ വിക്ടോറിയ കോളേജ് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുതിയ താരോദയത്തെ നിയമസഭയിലേക്ക് കൊടുക്കുമോ എന്നതാണ് ചോദ്യം. അതോ CK കൊടുക്കൂ?
സരിൻ എന്താ പ്രതീക്ഷ? സരിൻ 40,000-ത്തിലും അധികം വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് BJP-ക്ക് വലിയ പ്രതീക്ഷയുണ്ട്. 40,000 കടത്തിയാൽ MP രാജേഷിനും സംഘത്തിനും ആശ്വസിക്കാം. അതെ, അതായത് CPM-ന് തങ്ങളുടെ അല്ലെങ്കിൽ UDF വീണ്ടും അളിയനും ആരോപണം. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ 38,000-ൽ താഴെ സരിന്റെ വോട്ട് വന്നാൽ അത് MP രാജേഷിന് പാലക്കാട് EN സുരേഷ് ബാബുവിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരിക്കും. എന്നാൽ 40,000-ത്തിലും അധികം വോട്ട് CPM പോൾ ചെയ്യുകയാണെങ്കിൽ അത് CPM-ന്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു വിജയമായി തന്നെ കണക്കാക്കും. വിജയിച്ചില്ലെങ്കിൽ പോലും 40,000 കടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് CPM-ന് പാലക്കാട് മണ്ഡലത്തിൽ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് 6 മണി വരെ കാത്തിരിക്കാൻ പറ്റുന്നില്ല.